കാറ്റത്തെ കിളിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുഭാഷ് ആ ബ്രോക്കറോട് പറയുന്നു, ചേട്ടാ അവിടെ നിന്നേ, എന്താണ് സുഭാഷ് എന്ന് ചോദിക്കും. ഈ പെൺകുട്ടിയെ ഞാനായാലോ എന്ന് ചോദിക്കും അവർക്ക്. നീ എന്താ പറയണത്? ആ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞതെന്ന് പറയും. അത് സാരില്ല ചേട്ടാ, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡ് ഒന്നും ഇല്ലയെന്ന്. എൻ്റെ അനിയന്മാരുടെ ഭാവി എനിക്ക് ഇനി അത് മാത്രം ഉള്ളൂ എന്ന് പറയും. എടാ അത് എന്നാലും ഡിവോഴ്സ് ആയതല്ലേടാ, അത് മോശമല്ലേ? നിൻ്റെ അനിയന്മാർ അറിഞ്ഞാലോ? ആരും അറിയില്ല. ചേട്ടൻ ഇതിപ്പോൾ തൽക്കാലം ആരോടും പറയണ്ട. ആ പെൺകുട്ടിക്ക് എന്നെ ഓക്കെ ആവണമെങ്കിൽ മാത്രം നമുക്ക് വീട്ടിൽ സംസാരിച്ചാൽ മതി. അതുവരെ നമ്മൾ രണ്ടുപേരും മാത്രം ഈ രഹസ്യം അറിഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ശരി, ഞാൻ നോക്കാം, ഞാൻ അവരോട് പോയി സംസാരിക്കട്ടെ എന്ന് പറയും. അതിനുശേഷം പിന്നെ സുഭാഷ് രണ്ട് വീട്ടിലെന്തോ കപ്പങ്ങ അങ്ങനെ എന്തോ ഇങ്ങനെ കുത്തി താഴെ ഇടുന്ന് കറിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഫോൺ ബെല്ലടിക്കും. അപ്പോൾ ബ്രോക്കറിന് എന്താ ഏട്ടാന്ന് ചോദിക്കും. എടാ അവർക്ക് കുഴപ്പമില്ല, അവർക്ക് താല്പര്യമെന്ന് പറയും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഇന്ന് അങ്ങോട്ട് കാണാൻ വരുമെന്ന് ചോദിക്കും. ചേട്ടാ ആദ്യം ഞാൻ കാണട്ടെ, എന്നെ ആ പെൺകുട്ടിക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം മതി ഈ വീട്ടുകാരായിട്ട് കാണല്. അതുകൊണ്ട് നമുക്ക് അവരെ വീട്ടിലേക്ക് പോകേണ്ട, റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറയുമെന്ന് ചോദിക്കും. ശരി എന്നാൽ ഞാൻ 5 മണി പറയട്ടെ എന്ന് ചോദിക്കും. ശരി എന്നാൽ 5 മണി പറയാൻ പറയും. അങ്ങനെ അത് ഓക്കേക്ക് സെറ്റാക്കി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സുഭാഷല്ല, നികേഷും നിധിയും ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന കൂടെ സുധീഷും ഉണ്ട്. അപ്പോൾ സുധീഷ് ഇങ്ങനെ തൻ്റെ ഭാവി ലക്ഷങ്ങളും കോടികളുള്ള ബിസിനസ്സൊക്കെ നടത്തുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നത്. മതി നിർത്ത്, മനുഷ്യൻ്റെ കേട്ട് കേട്ട് ടെൻഷനായി തുടങ്ങി. ഞാൻ ഓഫീസിലൊരു കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ തള്ളു എന്ന് പറയും. പിന്നെ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത് നിധി എന്നൊക്കെ പറഞ്ഞ് നിധിന് വിഷയം മാറ്റാൻ നോക്കണം. അപ്പോൾ ഇതിനിടയിൽ നികേഷ് ആ പെൺകുട്ടിയെ നോക്കി ചിരിക്കുന്നുണ്ട്. പെൺകുട്ടിയാണെങ്കിൽ നികേഷിനെ നോക്കി ചിരിക്കുന്നത് പോലെയാണ് നികേഷിന് തോന്നിയത്. എന്നാലും സുധീഷ് പെട്ടെന്ന് അത് കാണും. അപ്പോൾ എന്താടാ നോക്കിയോ ആ പെണ്ണ് എന്ന് ചോദിക്കും. ചേട്ടാ അവൾ തന്നെയാണോ നോക്കണേന്ന് എനിക്കൊരു സംശയം. എടാ പിന്നെ സംശയമൊന്നും വേണ്ട, നീ പോയി ഇങ്ങായിട്ട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യും അല്ലേ നിധി എന്ന് പറയും. നിങ്ങളെന്തിനാ അവനൊന്തി തള്ളി പറഞ്ഞയക്കുന്നത്? അവൻ ആവശ്യമുണ്ടെങ്കിൽ അവൻ പോയി ചോദിച്ചോളൂ എന്ന് പറയും. അല്ല എന്നാലും അത് പാടില്ലല്ലോ, അതൊന്നും പോയി അന്വേഷിക്കട്ടെ എന്ന് പറയും. അങ്ങനെ നികേഷ് നിർബന്ധിക്കുമ്പോൾ സുധീഷ് അങ്ങനെ പറഞ്ഞത് കാരണം കൊണ്ട് നികേഷ് ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. ആ സമയത്ത് പെട്ടെന്നൊരു ഓട്ടോ വരുമ്പോൾ നിധി കയറി അതിൽ പോകും. പിന്നെ തോമസ് ഏട്ടൻ വണ്ടിയും കൊണ്ടുവരും. സുധീഷേ നീ എന്താ ഇവിടെ നിൽക്കണേ, ഇങ്ങോട്ട് വാന്ന് പറയും. അങ്ങനെ സുധീഷും പോകും. അവന് ബെസ്റ്റ് ഓഫ് ലക്കൊക്കെ കൊടുത്തിട്ട് ആളും പോകും. അതിനുശേഷം നമ്മുടെ നികേഷ് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടെന്ന് പറയും. എന്താ ചോദിച്ചു എന്ന് ചോദിക്കും. ഇയാൾ എന്നെ തന്നെയല്ലേ നോക്കി ചിരിച്ചതെന്ന് ചോദിക്കും. അത് എന്ന് പറയും. പിന്നെ ഞാൻ നോക്കി ചിരിച്ചത് ഇയാളെ ചേട്ടനെയാണെന്ന് പറയും. ആരെ? സുധീഷ് ചേട്ടനെ? അതെ, എനിക്ക് ആളുടെ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിക്കും. അത് കേട്ടോടുകൂടി അതിന് മുന്നേ നമ്മുടെ നികേഷ് പ്രേമിക്കുന്നതും കല്യാണം കഴിക്കുന്നതും 2 കുട്ടികളായി നിൽക്കുന്നതും അങ്ങനെയുള്ള ഒരേ ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അതോടുകൂടി എല്ലാം മാഞ്ഞു പോകണം. നികേഷിൻ്റെ മുഖം അങ്ങോട്ട് ചുളിഞ്ഞ് ആകെ നാണം കെട്ടുന്നൊരു ഭാഗം കാണിക്കുന്നത്. അതിനുശേഷം ബ്രോക്കർ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്നുണ്ട്. സുഭാഷ് വരും കൂടെ. അത് കഴിഞ്ഞിട്ട് ഇത്തിരി കഴിയുമ്പോൾ പെൺകുട്ടിയും വരും. അപ്പോൾ ആ പെണ്ണ് ഗായത്രി എന്നാണ് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി. അപ്പോൾ ഭർത്താവ് ഡിവോഴ്സ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ എനിക്ക് കല്യാണം കഴിക്കണം, മറ്റൊന്നും കൊണ്ടല്ല, അയാളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നാണ് അയാളൊരു തോന്നൽ. ഞങ്ങൾ പ്രണയ വിവാഹമായിരുന്നു. പിന്നെ വീട്ടുകാർ ഒരുപാട് എതിർത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വിവാഹം കഴിച്ചതിന് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതാണ് ശരി, വീട്ടുകാരായിരുന്നു ശരിയെന്ന്. ഇപ്പോൾ ഞാൻ വീട്ടിലാണ് നിൽക്കുന്നത്. വീട്ടുകാർക്കും ഒരു ബുദ്ധിമുട്ടാവണ്ട, അയാളും വേറെ പെണ്ണൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല, അതുകൊണ്ടൊരു സന്തോഷം എന്നൊക്കെ പറയും. അങ്ങനെ ആ പെണ്ണിൻ്റെ കാര്യങ്ങളെല്ലാം പറയും. അപ്പോൾ സുഭാഷിൻ്റെ കാര്യങ്ങളും പറയും. അനിയന്മാരാണ് എനിക്ക് ജീവൻ, അവർക്ക് ഞാനും എനിക്ക് അവരും ഇല്ലാതെ വേറൊരു ജീവിതമില്ല ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ അവസാനം വരെ ഒന്നിച്ച് കഴിയണമെന്നാണ് ആഗ്രഹം. അനിയൻ്റെ ഭാര്യയാണ് നിധി, ഈ രണ്ടാമത്തെ അനിയൻ്റെ പാവമാണ്, ആർക്കിടെക്കാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ അല്ലാതെ നല്ല ചിരിച്ച് കേട്ടിരിക്കണം. അപ്പോൾ ഇനി കൂടുതലൊന്നും ഇല്ലല്ലോ, എന്നെക്കുറിച്ചൊന്നും അറിയണ്ടല്ലോ എന്ന് ചോദിക്കും. ആ പെണ്ണ് ഇല്ല എനിക്ക് സമ്മതമാണെന്ന് പറയും. അപ്പോൾ സുഭാഷിനെയും ആ പെണ്ണിന് ഇഷ്ടാവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഉറപ്പിക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് വീണ്ടും കോളേജിൽ പോകാൻ വേണ്ടി, കോളേജിൽ പോവല്ല, നമ്മുടെ നികേഷ് മൊബൈലും തട്ടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നു ഭയങ്കര നിരാശയായിട്ട്. അപ്പോൾ നിധി എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ എന്തോ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താടാ കുറച്ച് നേരമായാലും നിൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നു? ഒന്നില്ല ഏട്ടത്തിന്ന് പറയടാ, നീ കുറേ നേരമായല്ല മുഖം ഇങ്ങനെ വല്ലാത്തൊരു വിഷമത്തോടെ എന്നോട് എന്ന് പറയും. അപ്പോഴത്തേനും അതില്ല ഏട്ടത്തി, ഇന്ന് രാവിലെ ഞാൻ ആ പെണ്ണിനോട് പോയി സംസാരിച്ചില്ലേന്ന് ചോദിക്കും. സംസാരിച്ചിട്ട് എന്തായി എന്ന് ചോദിക്കും. അപ്പോഴത്തേനും നമ്മുടെ സുധീഷ് വരും. അപ്പോൾ സുധീഷ് വരുമ്പോൾ നിർത്തും. അതെന്താടാ എന്നെ കണ്ടപ്പോൾ നിർത്തിയത്? നീ നിധിയോട് പറയാൻ പോയതല്ലേ, പിന്നെ ഞാൻ കേട്ടാൽ എന്താ കുഴപ്പം? ഞാനും കൂടിയല്ല പെൺകുട്ടിയുടെ അടുത്തേക്ക് നിന്നൊന്തി തള്ളി വിട്ടത്. അപ്പോൾ പിന്നെ നീ എന്നോട് പറഞ്ഞ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. ഒന്നുമില്ല, നിങ്ങളോട് വന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് പറയും.
എടാ പറയ് അവൾ എന്ത് പറഞ്ഞു എന്ന് പറയും. ഓ അവൾ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണമെന്ന് ചോദിക്കും. ആ കേൾക്കണമെന്ന് പറയും. അപ്പോഴത്തേനും നിധി അത് തന്നെ ലാപ്ടോപ്പൊക്കെ അടച്ച് വെച്ച് ശ്രദ്ധിച്ച് നിൽക്കണ്. അതെ ആ പെൺകുട്ടിക്ക് നിങ്ങളെ സുധീഷ് ചേട്ടനെ ഇഷ്ടമെന്ന്. ഏ എന്നെയോ? ആ നിങ്ങളുടെ നമ്പർ ചോദിച്ചു എന്ന് പറയും. എന്നിട്ട് കൊടുത്തോ? അപ്പം നികേഷ് ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കും. അപ്പം നിധിക്ക് അത് മുഖത്ത് നിന്നൊരു ഞെട്ടൽ പോലെയാണ് തോന്നണത്. ആ ഞാനതാണ് ആലോചിക്കുന്നത്. ഈ പെൺപിള്ളേർക്കൊക്കെ ഇത്തിരി സത്യസന്ധതയുള്ള ചെറുപ്പക്കാരെ വേണ്ടാന്ന് പറയും. എടാ എടാടാ നീ അപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ കള്ളനാണെന്നാണോന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞില്ല എന്ന് പറയും. എന്നിട്ട് നീ നമ്പർ എന്താ കൊടുക്കാഞ്ഞെന്ന് ചോദിക്കും. അപ്പോൾ നികേഷിന് ദേഷ്യം വരും. നിധിക്കും ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട്. ചെറിയൊരു കുശുമ്പൊക്കെ നിധിയുടെ മുഖത്തുണ്ട്. എടാ നമ്മളൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമ്പോൾ അയാൾക്ക് നമ്മളെ ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ നമ്മളെ തേടി മറ്റൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു വരുമ്പോൾ ഉണ്ടല്ല ഒരു സന്തോഷം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. സുധീഷ് ഭയങ്കര ചിരിയും കളിയും തമാശയും ഭയങ്കര രസം. അപ്പോൾ നികേഷിനും ദേഷ്യം വരുന്നുണ്ട്, നിധിക്കും ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നിധി കേട്ട നിധി ആ പെൺകുട്ടിക്ക് എന്നെയാണ് ഇഷ്ടമെന്ന്. ആ ഞാൻ കേട്ടു എന്ന് പറയും. അതിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞാലും നിധി ഒരു ടെൻഷൻ അടിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. പ്രമോ ഭാഗത്താണെങ്കിൽ പിറ്റേ ദിവസം ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ അനിയനും ഉണ്ട്, ചേട്ടത്തിയും ഉണ്ട്, സുധീഷും ഉണ്ട്. സുധീഷ് കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പഞ്ചാര അടിക്കുന്ന വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മുടെ നികേഷ് പറയുന്നുണ്ട്, ചേട്ടത്തി ഈ സുധീഷ് ചേട്ടൻ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഞാൻ ചെന്ന് പറയട്ടെ സുധീഷ് ചേട്ടൻ്റെ ഭാര്യയും ഏട്ടത്തി എന്നുള്ള കാര്യമൊന്നും വേണ്ടടാ, വരട്ടെ. എന്തായാലും ഞാനും സുധീഷും അങ്ങനെ ഒരു ബന്ധമില്ലാത്തതുകൊണ്ടാണല്ലോ സുധീഷ് ആ പെണ്ണിൻ്റെ പിന്നാലെ പോയത്. ഇനിയിപ്പോൾ എന്തായാലും എവിടം വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയണേ. എന്നിട്ട് നിധി ഇങ്ങനെ ദേഷ്യത്തോടെ സുധീഷ് ആ പെൺകുട്ടിയായിട്ട് പഞ്ചാര അടിക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കണ്. നിധി കണ്ടോട്ടെ, നിധിക്ക് കുശുമ്പുണ്ടോ ഞാനും ആ പെൺകുട്ടിയോട് സംസാരിക്കണേല് എന്ന് ചോദിക്കും. എനിക്കെന്ത് കുശുമ്പ്? അല്ലെങ്കിൽ തന്നെ നിങ്ങൾ വല്ല പെണ്ണുങ്ങളായിട്ട് പഞ്ചാര അടിച്ചാൽ എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നിങ്ങളുടെ ആരാണ്, നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറയും. ആ അത് തന്നെ എന്ന് പറഞ്ഞ് സുധീഷ് ഇങ്ങനെ വെല്ലായ്മയോടെ നിൽക്കണ്. എന്തായാലും നിധിക്ക് സുധീഷ് മറ്റൊരു പെണ്ണിനെ നോക്കണ കണ്ടപ്പോൾ എന്തായാലും ചെറിയൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഈ പ്രേമം എവിടം വരെ പോകുന്നു നോക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെ നിൽക്കുന്ന നിധിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.